Good afternoon. Good afternoon, ma'am. Good afternoon, ma'am. Ma'am. Good afternoon. എന്താണ് prayer? ഞാൻ ചെയ്യാം മാം. Okay. He is my everything. He is my all. He is my everything, both great and small. He made this bed for me, made everything new. He is my everything, my Lord and King. God's love is so wonderful. God's love is so wonderful. Oh, wonderful love. He is my everything. He is my all. He is my everything, both great and small. Thank you, ma'am. Last class എന്തെങ്കിലും ആക്ടിവിറ്റി വന്നിട്ടുണ്ടായിരുന്നോ? Yes, ma'am. ഏതാണ്? Yes, ma'am. കലാം സാറിന്റെ ഒരു ബയോഗ്രഫി തയ്യാറാക്കാനായിരുന്നു. ചെയ്തത്? Yes, ma'am. യെസ് മാം, ചെയ്തിട്ടുണ്ട്. ചെയ്തിട്ടുണ്ട്. സാന്ദ്ര, ഫർസാന, സുധ, സ്മിത. ഓക്കെ, ഒന്ന് പേര് മെസ്സേജ് ആക്കി. പിങ്കി. മിസ് ഞാൻ ചെയ്തില്ല, ഞാൻ ക്ലാസ്സിലില്ലായിരുന്നു. എനിക്ക് റെക്കോർഡ് ക്ലാസ് കേൾക്കാൻ പറ്റിയിട്ടില്ല. ഓക്കെ, കുഴപ്പമില്ല കേട്ടോ. ഞാനും ചെയ്തില്ല മിസ്സേ, ഞാനും കഴിഞ്ഞ ക്ലാസ്സിലില്ലായിരുന്നു. അപ്പൊ അതുകൊണ്ട് അല്ലെങ്കിൽ ഞാൻ കറക്റ്റ് ആയിട്ടെല്ലാം ചെയ്യുന്നത്. കഴിഞ്ഞ ക്ലാസ് മാത്രം മിസ്സായത്. ഓക്കെ മാം. കുഴപ്പമില്ല, അത് ഫോളോ ചെയ്യണം കേട്ടോ. ഞാൻ അടുത്ത ദിവസം ചെയ്തേക്കാം. ഇന്ന് തന്നെ ചെയ്തേക്കാം. ഓക്കെ, നിങ്ങളത് ബുക്കിലല്ലേ എഴുതി സൂക്ഷിക്കുന്നത് ഞാൻ ഈ പറയുന്ന ആക്ടിവിറ്റീസ് ഒക്കെ? യെസ്. മാം, ഞാൻ ബുക്കിലല്ല ചെയ്യുന്നത്, പകരം ചെയ്തിട്ട് ഇതിന് വേണ്ടിട്ട് ഞാൻ ഒരു ഫയൽ വാങ്ങിച്ചിട്ടുണ്ട്. എന്നിട്ട് ബൈൻഡ് ചെയ്യാനാണ് ഉദ്ദേശിക്കുന്നത്, എല്ലാം ചെയ്തു വെച്ചിട്ട്. ഓക്കെ, സൂക്ഷിച്ചു വെക്കണം കേട്ടോ. നമുക്ക് പിന്നെയും ആവശ്യം വരും. അസ്നി, അസ്നി, അസ്നി അൻസിനിയാണ് മാം. ആരാണ്? അൻസിനി. അൻസിനി. ഓക്കെ, അൻസിന്ന് മാത്രമുള്ള അൻസി പേരില് വ്യത്യാസം അല്ലേ? അൻസി. ഓക്കെ, ഞാൻ പിൻ ചെയ്യാം കേട്ടോ. 1 മിനിറ്റ്. മാം, ഒരു ഗുഡ് ന്യൂസ് ഉണ്ട്. തിങ്കളാഴ്ച മുതല് ഞാൻ ഇവിടെ അടുത്തൊരു സ്കൂളില് 1 മാസത്തേക്കുള്ള ട്രെയിനിങ്ങിന് ജോയിൻ ചെയ്യാണ്. ആണോ? എനിക്ക് ഇങ്ങോട്ട് വന്ന ഓഫറാണത്. ആണോ? ഇവിടുത്തെ ഞാൻ ഇങ്ങനെ ഒരു കോഴ്സ് ചെയ്യണമെന്ന് എന്റെ അമ്മ വഴി അറിഞ്ഞിട്ട് എന്നോട് ഇന്ന് കാണാൻ വരാൻ പറഞ്ഞു. ഇന്നലെ ഞാൻ ചെന്നിട്ടുണ്ടായിരുന്നു, അപ്പൊ ഇന്ന് കാണാൻ വരാൻ പറഞ്ഞു. അങ്ങനെ ഞാൻ ചെന്ന് സംസാരിച്ചപ്പോ എന്നോട് ഇങ്ങോട്ട് ചോദിച്ചു എനിക്ക് എപ്പോ ജോയിൻ ചെയ്യാൻ പറ്റും എന്ന് ചോദിച്ചു. അപ്പൊ ഇവിടുത്തെ പ്രൊസീജിയേഴ്സ് എല്ലാം കഴിഞ്ഞിട്ട് പറ്റുന്ന ദിവസം തിങ്കളാഴ്ച വന്ന് ജോയിൻ ചെയ്തു എന്ന് പറഞ്ഞിട്ടുണ്ട്. ഇതല്ലേ സാറിനോട് ഒന്ന് എക്സ്പീരിയൻസ് ഒന്ന് ഷെയർ ചെയ്യണം കേട്ടോ. സാറിന്റെ നമ്പർ ഉണ്ടോ നിങ്ങളുടെ കയ്യില്? ഞാൻ കോണ്ടാക്ട് ചെയ്തപ്പോ ഈ ഒരു ഓഫർ ലെറ്ററിന് വേണ്ടിയിട്ട് അപേക്ഷ സമർപ്പിക്കാൻ പറഞ്ഞു. അപ്പൊ ഒരു 2 days എടുക്കുമെന്ന് പറഞ്ഞു അത് നമുക്ക് കിട്ടാനായിട്ട്. അപ്പൊ അത് കഴിഞ്ഞിട്ട് ക്ലാസ്സിൽ കയറിയിട്ട് എക്സ്പീരിയൻസ് ഷെയർ ചെയ്യാൻ അവരും പറഞ്ഞിട്ടുണ്ട്. എൻജോയ് ചെയ്തു. ഓക്കെ. വേറെ ആരായിരുന്നു? വിനീതല്ലേ കയറിയത് ട്രെയിനിങ്ങിന്? മിസ്, ഞാൻ മൺഡേ മുതൽ ട്രെയിനിങ്ങിന്. ഫാത്തിമ പറഞ്ഞേടാ, ക്ലിയർ ആയില്ല. മൺഡേ മുതൽ പോവാണ്, വരുന്ന മൺഡേ മുതൽ അല്ലേ? എവിടെയാണ്? അടുത്തുള്ള സ്കൂളാണോ? അടുത്ത മോള് പഠിക്കുന്ന സ്കൂളിൽ തന്നെ കിട്ടി. ഓക്കേടാ, ശരി. അസ്മി മോനെ അവതരിപ്പിച്ചോട്ടെ, പ്രസന്റ് ചെയ്തോ. എനിക്ക് APJ Abdul Kalam was a great scientist, politician, teacher, and writer.
The full name of APJ Abdul Kalam is Ol Pakir Jainuluddin Abdul Kalam. He is also known as the Missile Man. He was born on 15th October 1931 in Rameshwaram, Tamil Nadu. His father's name was Jainuluddin and mother's name was Ashiamma. He was born in a very poor family. He was very hard working student since childhood. He was done his aeronautical engineering at Madras Engineering College. He worked as a scientist at DRDO and ISRO. He was the 11th President of India, serving from 2002 2007. In his life he wrote a lot of books. He was awarded the Bharat Ratna Award in 1997. He died on 26 July 2015 during delivering a lecture to students. ഓക്കേടാ. ഇപ്പൊ നമുക്ക് പെട്ടെന്ന് കുട്ടികളൊക്കെ എഴുന്നേക്കും. അപ്പൊ ആ ഡിസ്റ്റർബൻസ് ഉണ്ടെങ്കിലും കുഴപ്പമൊന്നുമില്ല, ഞങ്ങൾക്കത് മനസ്സിലാവും കേട്ടോ. ഓക്കെ, നെക്സ്റ്റ് ആരാണ്? മുഷീന അല്ല മുസീന. ഫാത്തിമ. ഫാത്തിമ മൊഹസിൻ. ഓക്കേടാ. പറയട്ടെ മിസ്സേ? ആടെ സ്റ്റാർട്ട് ചെയ്തു. Abul Pakir Jainul Abidin Abdul Kalam, born is 15th October 1931. Dr. APJ Abdul Kalam is an Indian scientist and administrator who served as the 11th President of India. Kalam was born and raised in Rameshwaram, Tamil Nadu. Studies physics and at the St. Joseph College, Tiruchirappalli, and aerospace engineering at the Madrasa Institute of Technology, Chennai. Before his turn as president, he worked as an aerospace engineering with Defense Research and Development Organization, DRDO, and Indian Space Research Organization, ISRO. Kalam is popularly known as the Missile Man of India for his work on the development of ballistic missile and launch vehicle technology. He played a role organization, technical and political role of India. Nuclear test in 1998, the first since the original nuclear physics, but who just carried on the work of Homis Baba and Vikram Sarabhai. Kalam was elected the President of India in 2002 and 2007, defecting Lakshmi Sahgal, and was supported by both Indian National Congress and the 13th Bharatiya Janata Party, the major political party of India. He is currently a visiting professor at the India Institute of Management, Ahmedabad, and Indian Institute of Management, Indore, Chancellor of the Indian Institute of Space. ഓക്കേടാ. നെക്സ്റ്റ് അഹല്യ കേട്ടോ. അഹല്യ. മിസ് ഞാൻ നെക്സ്റ്റ് ക്ലാസ്സിൽ ചെയ്യാം, ഞാനിപ്പോ പുറത്താണ്. മിസ്സേ ഞാൻ പറയട്ടെ? ഓക്കെ. എടാ മ്യൂട്ട് ആയിരുന്നില്ലേ? സ്നേഹ പ്രസന്റ് ചെയ്യോ?
അത് കഴിഞ്ഞിട്ട് രേഷ്മ. ഓക്കെ, ഓക്കെ. ആ ഓക്കെ ഓക്കെ. സ്നേഹ പ്രസിഡന്റ് മോന്നല്ലേ പ്രസന്റ് ചെയ്തു. സ്നേഹ അഗസ്റ്റിൻ. മിസ്സേ അഗസ്റ്റിൻ അല്ല, ഓസ്റ്റിൻ. ഓസ്റ്റിൻ. ഓക്കെ ഓക്കെ, അഗസ്റ്റിൻ ആയിപ്പോയി ഞാൻ വായിച്ചത്. മിസ് ഞാൻ കുറച്ച് കഴിഞ്ഞിട്ട് ചെയ്യാതെ, ചുമച്ചിട്ട് സൗണ്ട് പുറത്തോട്ട് വന്നില്ല. രേഷ്മ പ്രസന്റ് ചെയ്തോട്ടോ. രേഷ്മ. രേഷ്മ. കേക്കാവോ മാം? ആ കേക്കാടാ, പ്രസന്റ് ചെയ്തോട്ടോ. He was an Indian aerospace scientist and statesman who served as the 11th President of India from 2002 to 2007. Born and raised in a Muslim family in Rameshwaram, Tamil Nadu, he studied physics and aerospace engineering. He spent the next 4 decades as the scientist and science administrator, mainly at the Defense Research and Development Organization and the Indian Space Research Organization, and was intimately involved in India's civilian space program and military missile development efforts. He thus came to be known as the Missile Man of India for his work on the development of ballistic missile and launch vehicle technology. He also played a pivotal organizational, technical, and political role in India's uh, Pokhran 2 nuclear test in 1998, the first since the original nuclear test by India in 1974. മിസ് ഞാൻ ഇത്ര എഴുതിയിട്ടുള്ളൂ. ഓക്കെ കേട്ടോ. ഓക്കെ. നെക്സ്റ്റ് പിങ്കി. യെസ് മാം, വായിക്കാം. ഡോക്ടർ വായിക്കട്ടെ. ഓക്കെ, സ്റ്റാർട്ട് ഡോക്ടർ APJ Abdul Kalam. APJ Abdul Kalam, full name is Abul Pakir Jainuddin Abdul Kalam. He was born in Rameshwaram, Tamil Nadu on October 15, 1931. Kalam had been selling newspapers to support the income of his family. In 1960, he studied aeronautical engineering at the Madras Institute of Technology. His dream as a child was to become a fighter pilot. After graduation, he entered the Defense Research and Development Organization as a scientist. In 1969, joined the Organization of Indian Space Research (ISRO). He played a pivotal role in Pokhran 2, India's nuclear test at Pokhran in 1998. He played a key role in the development of the Agni missile system for Indian. He penned down his autobiography named Birth of Fire in 1999. He became the 11th President of India in 2002. He was famous as People's President. He received many awards and honors such as Padma Bhushan, Padma Vibhushan, Bharat Ratna, etc. On 27 July 2015, he took his last breath. He was a simple man with a great personality and role model to all. Thank you, ma'am. നന്നായിട്ട് അവതരിപ്പിച്ചിട്ടാടാ. Thank you, ma'am. നെക്സ്റ്റ് അല്ലെ, നെക്സ്റ്റ് രഞ്ജിനി സുനിൽ. അതെ മാം. ഓക്കെ, പ്രസന്റ് ചെയ്തോട്ടോ. Okay. Dr. APJ Abdul Kalam was great Indian scientist and ideal teacher and the former President of India. He was born on 15th October in Rameshwaram, Tamil Nadu. His full name was Abul Pakir Jainuddin Abdul Kalam. He was known as Missile Man of India. His father's name was Jainuddin and mother's name was Ashiyama. Dr. Kalam was the man of simple living and high thinking. He was very hardworking student since his childhood. He became an important part ISRO. He played important role in India's nuclear test Pokhran 2 in 1998. He took his last breath on
27th July 2050. ഓക്കെ ടാ, നന്നായിരുന്നു കേട്ടോ. Thank you, ma. ഫർസാന, ഫർസാന. ഓക്കെ. സാന്ദ്ര, സാന്ദ്ര. ഒരു മിനിറ്റ്. ഓക്കെ. Dr. APJ Abdul Kalam was a great Indian scientist. He is also known as the Missile Man of India. His full name was Abul Pakir Jainuluddin Abdul Kalam. He was born on 15th October 1931 at Rameshwaram in Tamil Nadu. His father's name was Jainuluddin and mother's name was Ashiamma. He has completed his graduation from the St. Joseph College and Aerospace Engineering from the Madras Institute of Technology, Chennai in 1960. Kalam joined the DRDO as a scientist. Later, he joined the ISRO in 1969 as project director of India's first indigenous satellite launch vehicle. Because of his great contribution for the development of ballistic missiles in India, he will forever known as the Missile Man of India. He has been the third president of India who awarded with the Bharat Ratna in 1997. He has also been awarded with the Padma Bhushan in 1981 and Padma Vibhushan in 1990. He has written many books such as Wings of Fire, Turning Points, India 2020, My Journey, etc. Dr. APJ Abdul Kalam took his last breath on 27th July 2050. Dr. Kalam's life was full of struggle, but he has been inspiration to the new generation of India. Thank you. സാന്ദ്ര, എടാ എത്രാമത്തെ പ്രസിഡന്റ് മുമ്പ് പറഞ്ഞത്? Third അല്ലേ? അല്ല 11th പ്രസിഡന്റ് അല്ലേ? 11th president. Okay, okay. അത് കറക്റ്റ്. കറക്റ്റ് ചെയ്യാം. എസ്തർ, എസ്തർ, എസ്തർ. Okay, Miss. ഓക്കെ ടാ. Dr. APJ Abdul Kalam. Great personalities are not born every day. They are born once in a century and are remembered for millennials to come. One such great personality that we will always be proud of is Dr. APJ Abdul Kalam. His full name was Abul Pakir Jainuluddin Abdul Kalam. Born in Rameshwaram of Madras Presidency on 15th October 1931 and died on July 27, 2015, Shillong. He was an Indian scientist and also a politician leader who later became the 11th President of India. He played an important role in the development of India's missile and nuclear weapons program. It is an absolute honor for us to learn about his great leader in the form of his biography. Achievement of Abdul Kalam. Abdul Kalam was a person of a golden heart who had received a Temple Award and achieved many things during his life journey in 1981. Abdul Kalam received the prestigious Padma Bhushan Award in 1990. He received the Padma Bhushan Award, the renowned personality, because of his tre- tremendous effort towards the nation. Received the Bharat Ratna in 1997 in the same year. Award the Kalam with the Veer Savarkar Award in 1998 because of his contribution to art, science and technology. Kalam's work and motivation. He was the writer of various motivational books like India 220, Touch of Mind, Mission India, The Luminous Peaks, Wings of Fire, and Moving Thoughts. His life work and conviction are leaded up with
models and motivations. He will keep on inspiring us for eternity. Furthermore, this is the genuine justification for why individuals from every one of the segment of the general public precipitation show love for this incredible person on his miserable and ill and died in Shillong on 27th July 2015. May this noble and faithful soul find happiness in the heart affected. ഓക്കെ എന്താ പറയാ വന്നേ ലാസ്റ്റ് പറഞ്ഞ പോയിന്റ് ഒന്നും കൂടി പറയോ എസ്തർ May this noble and faithful soul അതാണ് മിസ്സേ അതെ അത് ഒരു ലാസ്റ്റ് എൻഡ് ആയിട്ട് ഒരു സമ്മറി പോലെ കൺക്ലൂഷൻ പോലെ ഞാൻ എഴുതിയതാ. May this noble and faithful soul find happiness in the heart affected. ഓക്കെ ഓക്കെ നെക്സ്റ്റ് ശരണ്യ കേട്ടോ. Yes, ma'am. Dr. APJ Abdul Kalam. APJ Abdul Kalam was an Indian aerospace scientist, author, and politician. He was born in a poor family on 15th October 1931 in Rameshwaram, Tamil Nadu. His father Jainulabdin was a boat owner and his mother Eshiama was a housewife. Dr. Abdul Kalam worked at various chief positions at ISRO and DRDO. He was widely known as the Missile Man of India. Dr. Kalam served as the 11th President of India from 2002 to 2007. He was widely referred to as People's President. He was honored with the Bharat Ratna in 1997. He also received honorary doctorates from many universities across the world. Dr. Kalam won the hearts of millions of people and inspired them to dream big. He took his last breath on 27th of July in 2015. Thank you, ma'am. ഓക്കേടാ നല്ലായിരുന്നു കേട്ടോ. അബ്സ അബ്സ എന്നല്ല അതിന്റെ പേര് എനിക്കറിയാം. റിഷാന. റിഷാന. APJ Abdul Kalam. Dr. APJ Abdul Kalam was a great Indian scientist. His full name was Awul Pakir Zainul Abidin Abdul Kalam. He was born on 15th October 1931 at Rameshwaram in Tamil Nadu. He started his career by selling newspapers and later became a prominent scientist and the 11th President of India. He graduated in aerospace engineering and later held senior position in DRDO, Defense Research and Development Organization, ISRO, Indian Space Research Organization. He is also known as the Missile Man of India. Abdul Kalam was the first scientist in the world to reach the post of president, and he was also called the People's President. He was also able to lead in India's nuclear tests. He was also instrumental in the development of missiles like Agni and Prithvi. In recognition of this comprehensive contribution to the country, awarded Bharat Ratna, Padma Bhushan, Padma Vibhushan, and Aryabhatta. Kalam loved visiting schools in different parts of the country and interacting with the students there. Realizing that the future of India lays in the children, he imparted knowledge to them without putting any pressure on them. He was written many books such as Wings of Fire, Ignited Minds, Turning Points, India 2020, My Journey. APJ Abdul Kalam took his last breath on 27th July 2015. Dr. Kalam's life was full of struggle, but he has been inspiration to the new generation of India. Thank you. ഓക്കേടാ നന്നായിരുന്നു കേട്ടോ.
സ്നേഹ ട്ടാ. പ്രിപ്പയർ പ്രസന്റ് ചെയ്തോട്ടെടാ. ആരോടാ മിസ്? എന്നോടാണോ സ്നേഹനോടാണോ? സോറിടാ മാം. സ്നേഹ എന്നല്ലല്ലേ അത് എഴുതിയിരിക്കുന്നത്. ഷഹാന അങ്ങനെ എന്തോ അല്ലേ? NS ഷിഹാന നൗഷദ്. അതാണ് ഷഹന. ഷഹന നൗഷദ്. ആളെ കേൾക്കുന്നില്ല. 2 ഇതുണ്ടോ? ഷെഹന നൗഷാദ്. 2 എണ്ണം വന്ന് കിടക്കുന്നു. അതെങ്ങനെ? 2 എണ്ണം കാണുന്നുണ്ട് പക്ഷേ അറിയില്ല. ഇപ്പൊ ക്ലോസ് ആയി പോയായിരുന്നു. ഇപ്പൊ വീണ്ടും ഞാൻ ജോയിൻ ചെയ്തതാ. ഓക്കെ. പോയി. ഷഹാന നൗഷദ് അല്ലെ? ഓക്കെ. Abul Pakir Jainuladin Abdul Kalam, commonly known as APJ Abdul Kalam, was a visionary leader, renowned scientist, and India's 11th president, born on October 15, 1931, in Rameshwaram, Tamil Nadu. Kalam's life journey is an inspiration to millions. His remarkable contributions to science, technology, and education have left an indelible mark on India's development. Kalam's early life was marked by simplicity and hardship. His father Jainuladin was a boat owner and his mother Ashiamma was a housewife. He completed his primary education at Rameshwaram Elementary School and secondary education at Schwartz Higher Secondary School, Ramanathapuram. Kalam graduated from St. Joseph College, Tiruchirappalli, and later pursued aerospace engineering at Madras Institute of Technology. Kalam joined the Defense Research and Development Organization in 1958 and played a pivotal role in India's space and missile programs. His notable contributions include development of India's first satellite-launched vehicle, guided missile programs Agni and Prithvi, India's nuclear program. Kalam became India's 11th president in 2002, serving until 2007. During this tenure, he focused on education, healthcare, rural development, and science and technology. His vision for India 2020 aimed to transform the country into a developed nation. Kalam authored several inspirational books, including Wings of Fire, Ignited Minds, India 2020, My Journey. Kalam received numerous awards and honors, including Bharat Ratna in 1997, Padma Vibhushan in 1990, Padma Bhushan in 1981, International Von Karman Wings Award 2000. Kalam's personal life was marked by simplicity, humility, and spirituality. He remained unmarried, dedicating his life to public service. Kalam's demise on July 27, 2015, while lecturing at IIM Shillong, left a void in the nation. APJ Abdul Kalam's life serves as a beacon of inspiration, demonstrating the power of dedication, hard work, and vision. His contributions to science, technology, and education have shaped India's development. As a leader, he embodied simplicity, humility, and compassion. His legacy continues to motivate generations to strive for excellence. Thank you. നന്നായിട്ട് നോട്ടാടാ. ജാസ്മിൻ. Yes, Miss. Okay. Dr. APJ Abdul Kalam is a famous name in the whole world. He is counted among the greatest scientists of the 21st century. He was the most valued person of the country as his contribution as a scientist. He becomes the 11th president of India. As a president is beyond compare. Apart from that, his contribution to the ISRO is remarkable. He led many projects that contributed to the society. Also, he was the one who helped in the development of Agni and Prithvi missiles. For his involvement in the nuclear power in India, he was known as a missile man of India. The government awarded him
with the highest civilian award. APJ Abdul Kalam was born in Rameshwaram, Tamil Nadu on 15th October 1931. The full of Dr. APJ Abdul Kalam's name was Abul Pakir Jainul Abdin Abdul Kalam. At that time, the financial condition of his family was poor, so from an early age he started supporting his family financially. Along with supporting his family, he was uh, continued his studies and completed graduation. The great missile man becomes the president of India in 2002. During his presidency period, the army and country achieved many milestones that contributed a lot to the nation. He served the nation with an open heart. That why he was called People's President. During his lifetime, Dr. APJ Abdul Kalam was not only awarded and honored by Indian organizations and committees, but also by many international organizations and committees. Dr. APJ Abdul Kalam was a man of simplicity and integrity. He died during delivering a lecture to students in Shillong by sudden cardiac arrest in 2015. He was an outstanding scientist and a pioneer engineer who served his entire life for the nation and died while serving it. The man had the vision to make India a great country, and according to his, the youth are the real assets of the country. That's why we should inspire and motivate them. Thank you, Miss. മ്യൂട്ടാണ് മിസ്സേ. ആടാ നന്നായിരുന്നു കേട്ടാ. മിസ്സേ ഞാൻ അടുത്ത് Thank you. ചെയ്യട്ടെ. ഓക്കെ മായ ഞാൻ എഴുതിയില്ലായിരുന്നു, ഇപ്പൊ ഇരുന്ന് എഴുതി, എന്നിട്ട് പെട്ടെന്ന് വായിക്കാം. Dr. APJ Abdul Kalam. Dr. APJ Abdul Kalam was a great Indian scientist. He is also known as Missile Man of India. His full name was Abul Pakir Janaluddin Abdul Kalam. He was born on 15th October 1931, Rameshwaram in Tamil Nadu. APJ Abdul Kalam, 11th President of India from 2002 to 2007. He completed his schooling in Rameshwaram and later moved to Trichy for undergraduate studies in physics. He graduated from Madras Institute of Technology with a degree in aeronautical engineering. Career: APJ joined Defense Research and Development in DRDO in 1958, where he worked on various defense projects including missile development. He played a crucial role in India's nuclear test in 1998 and was instrumental in developing the country's first satellite launch vehicle. His father's name was Jalaluddin and his mother's name was Aishma. He was completed his graduation in St. Joseph College of Engineering from the Madras Institute of Technology. In 1916, Kalam joined DRDO. Presidency: he was 11th President of India and becoming first scientist hold the office. During his tenure, he focused on education, health care, and rural development. Legacy: APJ known for his simplicity, humanity, and dedication. He received several awards including Bharat Ratna and Padma Bhushan. He authored several books including India 2020 and Wings of Fire. Quotes: dreams are not what you see in sleep. Dreams are something which do not let you sleep. Thank you, ma'am. നന്നായിരുന്നു കേട്ടാ. ഞാൻ ക്വസ്റ്റ്യൻസ് ഈ ചാപ്റ്റർ യൂണിറ്റ് 2 എന്നുള്ള ഫിസിക്കൽ ഡെവലപ്മെന്റ് ആൻഡ് മോട്ടോർ ഡെവലപ്മെന്റ് ക്വസ്റ്റ്യൻ ആൻസേഴ്സ് തരുന്നുണ്ടായിരുന്നു. അപ്പൊ ഇനി കണ്ടിന്യൂ ചെയ്യാണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, ക്വസ്റ്റ്യൻ ആൻസേഴ്സ് തരാൻ പറ്റില്ല. മോക്ക് ടെസ്റ്റ് ഇന്ന് തന്നെ തരണമല്ലോ എല്ലാവർക്കും. അപ്പോ നമുക്ക് ക്വസ്റ്റ്യൻ ആൻസേഴ്സ് ഡിസ്കസ് ചെയ്യാം. നിങ്ങൾക്ക് നെക്സ്റ്റ് തേഴ്സ്ഡേ ആരുടെ ക്ലാസ് ആണ്? ആതിര മിസ്സിൻ.
രാജരാമസിന്റെ ക്ലാസ് ആണ് അല്ലെ? അന്ന് ചെയ്യാൻ പറ്റുന്ന ഒരു ആക്ടിവിറ്റി ഞാൻ പറയട്ടെ. ആദരാമസിന്റെ ക്ലാസ്സിൽ നിങ്ങൾ പ്രസന്റ് ചെയ്തോളൂ. ഓക്കെ. ആ ദിവസത്തിന്റെ ഇമ്പോർട്ടൻസിനെ കുറിച്ചിട്ട് ആരെങ്കിലും ഒരാൾ എന്ത് ചെയ്യാം, ഒരു സ്പീച്ച് പ്രിപ്പയർ ചെയ്യാം. നിങ്ങൾ ഒരു ക്ലാസ്സിൽ ടീച്ചറായിട്ട് നിൽക്കുകയാണെങ്കിൽ എന്താണ് നവംബർ 14th പ്രത്യേകത? ചിൽഡ്രൻസ് ഡേ. ചിൽഡ്രൻസ് ഡേ ഒരു സ്പീച്ച് ഒരാൾ പ്രസന്റ് ചെയ്താൽ മതി. ബാക്കി എല്ലാവരും എഴുതിയ ഒരു കോപ്പി എല്ലാവരുടെ കയ്യിൽ വേണം. അപ്പൊ ആരെ ടീച്ചർ വിളിക്കും, അവര് പ്രസന്റ് ചെയ്യേണ്ടി വരും കേട്ടോ. ഓക്കെ മാം. ഇനി അങ്ങനെ ഞാൻ ചോദിച്ചു നോക്കാം, മിസ്സിന്റെ ക്ലാസ്സിൽ പ്രസന്റ് ചെയ്യാൻ പറ്റുമോ ഞാൻ ചോദിച്ചു നോക്കാം. എങ്ങാനും എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടെങ്കിൽ ഞാൻ എന്റെ ക്ലാസ്സിൽ നെക്സ്റ്റ് ഡേ 15th നമുക്ക് ബാക്കിയുള്ളവരെ എല്ലാവരും പ്രസന്റ് ചെയ്യിപ്പിക്കാം കേട്ടോ. ഓക്കെ. അന്ന് ആരെങ്കിലും ഒരാള് പ്രസന്റ് ചെയ്യണം കേട്ടല്ലോ. നവംബർ 14th മിസ് ഞങ്ങൾക്ക് ഇന്നത്തെ ഡേറ്റിനെ കുറിച്ചിട്ട് സ്പീച്ച് ചെയ്യാൻ താല്പര്യമുണ്ട്, അതുകൊണ്ട് ഞാൻ ചെയ്തോട്ടെ എന്ന് ചോദിച്ചിട്ട് നിങ്ങൾ എന്ത് ചെയ്യാം, അത് പ്രസന്റ് ചെയ്യണം കേട്ടോ. അതിലൊരാള് ഞാൻ ഒരാളെ സെലക്ട് ചെയ്യട്ടെ, കാരണം അത് ചെയ്യാം. കാരണം എന്താന്ന് വെച്ചാല് ഞങ്ങളടുത്ത് ആതിര മാം പറഞ്ഞിട്ടുണ്ടായിരുന്നു, പ്രയർ കഴിഞ്ഞതിന് ശേഷം നമുക്ക് എന്തെങ്കിലും തോട്ട്സ് ഓഫ് ദി ഡേയോ എന്താന്ന് വെച്ചാൽ നമുക്ക് ചെയ്യാം, യോഗ എന്താന്ന് വെച്ചാൽ ചെയ്യാം. അപ്പൊ ആ ടൈമിൽ പ്രയർ കഴിഞ്ഞിട്ട് ഫസ്റ്റ് അന്ന് ചിൽഡ്രൻസ് ഡേ ആയതുകൊണ്ട് അന്നത്തെ ആ ഒരു ചിൽഡ്രൻസിനെ അതിനെ കുറിച്ചിട്ട് ഇടയെ കുറിച്ചിട്ട് ഒരു ഇത് കഴിഞ്ഞതിന് ശേഷം ക്ലാസ് തുടങ്ങാം. ഓക്കെ, അതൊന്ന് ഫോളോ ചെയ്യണം കേട്ടോ. അന്നത്തെ ദിവസത്തെ പ്രത്യേകതയൊക്കെ വരുന്ന രീതിയിൽ ഇപ്പൊ നിങ്ങള് പ്രസന്റ് ചെയ്യുമ്പോ സ്പീച്ച് പ്രിപ്പയർ ചെയ്യുമ്പോൾ നമ്മുടെ ഫ്രണ്ടില് നിങ്ങൾ പഠിപ്പിക്കുന്ന കുട്ടികളാണെന്നുള്ള ഒരു രീതിയിൽ പ്രസന്റ് ചെയ്യാനായിട്ട് നോക്കാം. ഞാൻ എൻ്റെ ഒരു ക്ലാസ്സിൽ നിങ്ങൾ സ്ഥാനത്ത് ഞാൻ എന്റെ ക്ലാസ്സിലത്തെ കുട്ടികൾക്ക് വേണ്ടിയിട്ടാണ് ആ സ്പീച്ച് പ്രസന്റ് ചെയ്യണേ എന്നുള്ള രീതിയിൽ നല്ല രീതിയിൽ എന്ത് ചെയ്യാതെ പ്രിപ്പയർ ചെയ്തിട്ട് വരാം. അല്ലാതെ എന്താ പറയാ, സ്പീച്ചാണ് പറഞ്ഞിരിക്കുന്നത്, സ്പീച്ചാണ് നല്ല രീതിയിൽ അത് എഴുതി തയ്യാറാക്കിയിട്ട് വേണം എന്ത് ചെയ്യാനായിട്ട് പ്രസന്റ് ചെയ്യാൻ കേട്ടോ. ഓക്കെ മാം. ഓക്കെ, ഫസ്റ്റ് ക്വസ്റ്റ്യൻ ഞാൻ അയച്ചിട്ടുണ്ട്, എല്ലാവരും ഒന്ന് എഴുതിയെടുക്കാം കേട്ടോ. ഡാഷ് ഡെവലപ്മെന്റ് ഈസ് റെഫേഴ്സ് ടു ആസ് ദ പ്രോസസ്. Dash development is refers to as the process which bring progressive changes in the external as well as internal body of the internal body organs of an individual in order to enhance their capacity to function. Question mark. Enhance their capacity to function. ആൻസർ അറിയുമെങ്കിൽ ടൈപ്പ് ചെയ്ത എസോ. ഫിസിക്കൽ ഡെവലപ്മെന്റ്. എല്ലാവരും എഴുതിയോ? മെസ്സേജ് അയക്കിന്റെ കുട്ടികളെ. എഴുതി മിസ് എഴുതി. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ആണ് സെക്കൻഡ് ക്വസ്റ്റ്യൻ.
The physical development is very rapid or shift during dash period. Physical development is very rapid or shift during dash period. നമ്മൾ 2 പീരീഡുകളിലാണ് ഫിസിക്കൽ ഡെവലപ്മെന്റ് ഭയങ്കരമായിട്ട് റാപ്പിഡ് ആയിരിക്കും, അതേപോലെ തന്നെ ഭയങ്കരമായിട്ട് ഷിഫ്റ്റ് ചെയ്യുമെന്ന് നമ്മൾ 2 പീരീഡ് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അവരപ്പോ ഓപ്ഷനിൽ ആ 2 പീരീഡ് തരാൻ ചാൻസ് ഉണ്ട്. ഇപ്പൊ ആ ഒരു പീരീഡ് ഇല്ലെങ്കിൽ, ഒരു പീരീഡ് ഇല്ലെങ്കിൽ ഏതാണോ നിങ്ങൾ റാപ്പിഡ് ആണ്, 2 പീരീഡ് ഉണ്ട് റാപ്പിഡ് ഷിഫ്റ്റ് ആയിട്ടുള്ള പീരീഡുകൾ. അപ്പൊ ഏതാണോ ഉള്ളത് അത് ക്ലിക്ക് ചെയ്യേണ്ടതായിട്ട് വരും. ഏതൊക്കെയാണ് 2 പീരീഡ്? ഏതൊക്കെ 2 പീരീഡിലാണ് ഫിസിക്കൽ ഡെവലപ്മെന്റ് ഭയങ്കര റാപ്പിഡ് ആയിട്ടുള്ളത്? ഇൻഫൻസിയും ഏർലി അഡോളസൻസ്. ഇൻഫന്റും ഓക്കെ, ഏർലി അഡോളസൻസ് അല്ലെങ്കിൽ അഡോളസൻസ് എന്ന് പറയും. ഓക്കെ, ടൈപ്പ് ചെയ്ത് അയച്ചോട്ടാ. ഇൻഫൻസി ആൻഡ് അഡോളസൻസ്. ഇൻഫൻസി രണ്ടും വേണം കേട്ടോ. എഴുതി കഴിഞ്ഞിട്ട് അതൊന്ന് അയച്ചേക്കേ. മിസ്സേ അപ്പൊ രണ്ടും തന്നാലോ? ഓപ്ഷൻസിൽ ഇൻഫാൻസി ഓപ്ഷൻസിൽ അവര് അങ്ങനെ ഓപ്ഷൻസ് അങ്ങനെ രണ്ടും തരാറുണ്ട്. അങ്ങനെ തന്നിട്ടുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഓപ്ഷനില് ഇതുണ്ടാവും, എ ആൻഡ് ബി എന്നോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടാവും, ബോത്തെന്നോ അങ്ങനെ എന്തെങ്കിലും ഓപ്ഷൻസ് ഉണ്ടാവാൻ ചാൻസ് ഉണ്ട്. നമ്മളത് നോക്കിയിട്ട് എന്ത് ചെയ്താൽ മതി, ടിക്ക് ചെയ്താൽ മതി. ഈ ഓപ്ഷൻസ് രണ്ടും ഇല്ലെങ്കിൽ നമുക്ക് നമുക്ക് തന്നിരിക്കുന്ന ഓപ്ഷനിൽ ഇൻഫ്ലുവൻസി ആണ് കിടക്കണമെങ്കിൽ ആ ഇൻഫ്ലുവൻസി എന്ത് ചെയ്യാം, മാർക്ക് ചെയ്യാം കേട്ടോ. നമുക്ക് കൺഫ്യൂഷൻ വന്ന രീതിയിലായിരിക്കും അവർ എന്ത് ചെയ്യണം, ഓപ്ഷൻസ് തന്നത്. ഓക്കെ, അപ്പൊ എല്ലാവരും രണ്ടാമത്തെ ക്വസ്റ്റ്യൻ എഴുതിയെടുത്തല്ലോ അല്ലെ? The first 3 years of the adolescent, മൂന്നാമത്തെ ക്വസ്റ്റ്യൻ ആണ്. The first 3 years of adolescence are marked as the year of rapid dash. Year of rapid dash. നമ്മുടെ ഇതിലുണ്ട് എന്താണ് റാപ്പിഡ് ഡാഷ്. ഓപ്ഷൻ കൊടുക്കുകയാണെങ്കിൽ ചിലപ്പോൾ ഗ്രോത്ത് ആൻഡ് ഡെവലപ്മെന്റ് ഓപ്ഷൻസ് നമുക്ക് കൺഫ്യൂഷൻ വന്ന രീതിയിൽ ഗ്രോത്തും ഡെവലപ്മെന്റ് ഒക്കെ ആയിട്ട് ചെയ്യുന്ന ടൈപ്പ് ഓപ്ഷൻസ് ഒക്കെ കൊടുക്കും. നമ്മൾ അത് എന്ത് ചെയ്യാം, നോക്കിയിട്ട് ചെയ്യാം. ഒന്ന് എഴുതിയെടുത്ത് എല്ലാവരും എഴുതി കഴിയുമ്പോൾ ഒന്ന് പറയണം കേട്ടോ. ഓക്കെ, okay. നാലാമത്തെ ക്വസ്റ്റ്യൻ, which kind of trend is motor control and coordination begin from the central line of the body? Which kind of trend is motor control and coordination begin from the central line of the body? ഒന്നുകൂടെ ക്വസ്റ്റ്യൻ പറയോ? Which kind of the trend is kind of the which kind of the trend is motor control and coordination begins from the central line of the body? Question mark ഇട്ടാൻ വിട്ടുപോയി, അതുകൊണ്ട് എഴുതിയിട്ടാ. Okay,
എഴുതി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എന്ത് ചെയ്യാം, മെസ്സേജ് അയക്കാം കേട്ടോ. Next. Okay. എഴുതിക്കോ. Motor control and coordination. Motor control and coordination. Okay. The motor control and coordination develop first in the head region and proceed down to the foot in dash direction. Question നോക്കുക വൃന്ദ, dash direction ഏത് ഡയറക്ഷനിലാണെന്നാ ചോദിക്കുന്നത്. The motor control and coordination develop first in the head region, then proceed down to the foot region. Is dash trend. ഏതാണ്, ഏത് ഡയറക്ഷനിലാണ്? Cephalocordal trend. അവിടെ ഹെഡ് cephalocaudal ടു trend ഫൂട്ട് അല്ലേ മാം? ഹെഡ് ടു ഫൂട്ട് അല്ലേ? ഏത് ഡയറക്ഷൻ ആണോ ചോദിക്കുന്നത്? ലോഞ്ചിറ്റ്യൂഡ്. അതാണ് ഡയറക്ഷൻ ഓഫ് ലോഞ്ചിറ്റ്യൂഡൽ ആക്സിസ്. ആ ഡയറക്ഷൻ ഫ്രണ്ടിലാണ് വരുന്നത്. മിസ്റ്റേക്ക് പറ്റിയതാണ്. ഡയറക്ഷൻ ഇസ് ഡാഷ് എന്നുള്ള ലോഞ്ചിറ്റ്യൂഡൽ ആക്സിസ്. അതാണ് ഡയറക്ഷൻ ആണ് ഒരു ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നത്. നമുക്ക് ട്രെൻഡ് ആണെങ്കിൽ വിച്ച് എന്ന് ചോദിച്ചാണ് അവർ, ട്രെൻഡിനാണെങ്കിൽ വിച്ച് എന്ന് ചോദിച്ചാണ്. പിന്നെ ഓപ്ഷൻ ഉള്ളതുകൊണ്ട് കുഴപ്പമില്ല. The another name of head to foot trend. The another name of head to foot trend. എന്താണ് പിള്ളേരെ ഹെഡ് ടു ഫുട്ട് ട്രെൻഡിന്റെ വേറൊരു പേര്? സെഫാലോ ടു കൗഡൽ ട്രെൻഡ്. കൗഡൽ ട്രെൻഡ്. ഓക്കെ. എല്ലാവരും ഇത് കഴിഞ്ഞു. ഇതിന്റെ ടൈപ്പ് ചെയ്ത് തുടങ്ങിയോണ്ട് കംപ്ലീറ്റ് ആക്കാണ്ട് പറഞ്ഞു കഴിഞ്ഞാല് എന്റെ ഒരു ഇത് പോകും. വെയിറ്റ്. അത് സ്പീഡിലാണ് ടൈപ്പ് ചെയ്യുന്നത്. എന്തെങ്കിലും സ്പെല്ലിംഗ് മിസ്റ്റേക്ക് ഉണ്ടെങ്കിൽ ചിലപ്പോ ഒരു ഈ കൂടുതലൊക്കെ വരാം, അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങളൊന്നത് റെക്ടിഫൈ ചെയ്തു, അതിൽ കറക്റ്റ് ചെയ്തു. കാരണം സ്പീഡിൽ ടൈപ്പ് ചെയ്യുന്നോണ്ടാണ്. At the early stage,
the extent of muscular involvement and the amount of energy spent on motor function are greater than ആണെന്ന് തോന്നുന്നു അല്ലേ greater than at the later stage is called dash അല്ലെങ്കിൽ called dash trend. ഏത് ട്രെൻഡ് ആണ്? മാക്സിമം ടു മിനിമം ട്രെൻഡ്. ഓക്കെ, മാക്സിമം ടു മിനിമം ട്രെൻഡ്. അത് വലിയ ക്വസ്റ്റൻ ആണെന്നൊക്കെ അറിയാം. ഒന്ന് എഴുതിയെടുത്തോട്ടെ എല്ലാവരും. In which trend the child motor activity is identified by mass reaction which grow up into more specific? എഴുതിയെടുക്കട്ടെ, എന്റെ ആൻസർ ആയിരിക്കേ. Mass to specific trend ആയിട്ട് നോക്കട്ടെ. Okay. A newborn infant is a dash symmetrical organism. A newborn infant is a dash symmetrical organism. Bilateral. ആർക്കും കിട്ടിയില്ല? ബൈലാറ്ററലി അല്ലെങ്കിൽ ബൈലാറ്ററൽ എഴുതിയാലും മതി. ബൈലാറ്ററലി ഇത് വേണ്ട. ബൈലാറ്ററൽ.
ഓക്കെ, നെക്സ്റ്റ് കേട്ടോ. മിസ് 9ന്റെ ആൻസർ ഏതാ? 9 അല്ലടെ, 10ന്റെ ആണ് ഞാൻ പറഞ്ഞ ബയലാറ്ററൽ. 10 ഇട്ടുള്ളൂ. 9ന്റെ ആൻസർ 9ന്റെ ആൻസർ ഏജ് അല്ലേ ഇട്ടത്? ഏജ്, ജയ ലക്ഷ്മി ഏജ് ആണ് അത്. ആൻസർ കണ്ടതുകൊണ്ട് ഞാൻ പിന്നെ എടുത്ത് പറയാനത് ഏജ് ആണ് കേട്ടോ. ഓക്കെ, അപ്പൊ ഇത്രയും ആണ്. 10 ക്വസ്റ്റ്യൻസ് കിട്ടിയില്ലേ? 10 ക്വസ്റ്റ്യൻ ഫ്രണ്ട്സ് ഇടയ്ക്കിടയ്ക്ക് മാറി മാറി നമ്മൾ കൺഫ്യൂഷൻ നല്ല രീതിയിൽ പ്രിൻസിപ്പിൾസ് ഓഫ് മോഡൽ ഡെവലപ്മെന്റ് മാറി മാറി ചോദിക്കാറുണ്ട്. എനിക്ക് തോന്നുന്നില്ലേ ഈ ഫ്രണ്ട്സ് ഭയങ്കര ഇമ്പോർട്ടന്റ് ആണ്. ദെൻ നമ്മൾ ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് ഫിസിക്കൽ ഡെവലപ്മെന്റിൽ ഓരോ ഏജിലും ഇന്നിന്ന ഡെവലപ്മെന്റ് ഉണ്ടെന്ന്, അല്ലെങ്കിൽ ഇന്നിന്ന ഏജ് ആണ് ഇന്ന പീരീഡ്, ഇന്നിന്ന ഏജ് ആണ്, ഇന്നിന്ന പീരീഡുകളിൽ ഇന്നിന്ന കാര്യങ്ങൾ വരും എന്നുള്ള കാര്യങ്ങൾ ഇപ്പൊ പഠിച്ചു വെച്ചോ, ഇനിയും വരും. നമുക്ക് ഇനിയും പഠിക്കാനുണ്ട് കേട്ടോ. ഓക്കെ, അപ്പൊ ഞാൻ ക്ലാസ് വൈൻഡപ്പ് ചെയ്യാണ്. നെക്സ്റ്റ് ക്ലാസ്സിൽ വെച്ചാല് നമുക്ക് മൺഡേ നെക്സ്റ്റ് ചാപ്റ്റർ സ്റ്റാർട്ട് ചെയ്യാം. സോഷ്യൽ ഇമോഷണൽ ഡെവലപ്മെന്റ് സ്റ്റാർട്ട് ചെയ്യാം കേട്ടോ. സോ ഞാൻ നിങ്ങളോടൊരു ആക്ടിവിറ്റി പറയട്ടെ. നിങ്ങളോടൊരു ആക്ടിവിറ്റി, വേറെ ആക്ടിവിറ്റി ആണ്. എല്ലാപ്പോഴും ആക്ടിവിറ്റീസ് മാത്രമേ ടീച്ചർ തന്നോളൂ. എന്റെ ടീച്ചറല്ലേ? ഓക്കെ, ഞാൻ പറയാം. ഇമോഷനെ കുറിച്ച് നിങ്ങൾക്ക് എന്താണോ അറിയാവുന്നത് അതൊന്ന് ഓൺ വേർഡ്സിൽ ഒന്ന് പ്രിപ്പയർ ചെയ്ത് വെക്കണം കേട്ടോ. നിങ്ങൾക്ക് ഇമോഷനെ കുറിച്ച് എന്താണ് അറിയുന്നത്, നിങ്ങൾ ഇമോഷൻസിനെ കുറിച്ച് എന്താണ് നിങ്ങൾക്ക് അറിയാവുന്നത്, ഒന്ന് ഓൺ വേർഡ്സിൽ ഒന്ന് പ്രിപ്പയർ ചെയ്ത് വെക്കണം. എന്താണ്? ഈ ബുക്കിൽ തന്നെ നമ്മൾ നോട്ട് എഴുതിയ പോരെ? അത് മതി. ഇമോഷനെ കുറിച്ച് നിങ്ങൾക്ക് എന്താണോ അറിയാവുന്നത് അതിനെ കുറിച്ച് നോട്ട് വെച്ചാൽ ഒരുപാട് എഴുതി വെക്കണ്ട, ചെറിയ ചെറിയ പോയിന്റ്സ് എഴുതി വെക്കുക. എന്നിട്ട് നമ്മളത് ഓൺ വേർഡ്സിൽ എന്ത് ചെയ്യുക, അത് ഡെറൈവ് ചെയ്ത് പറഞ്ഞു തന്നാൽ മതി. മലയാളത്തിലാണ് ചോദിക്കുള്ളൂ കേട്ടോ. മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ്, നമ്മൾ ഓരോരുത്തരുടെ ഇമോഷൻസ് എങ്ങനെയാണ് എന്നുള്ള കാര്യങ്ങൾ മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ്. നമ്മുടെ ചാപ്റ്ററിലേക്ക് പോകണമെങ്കിൽ വ്യക്തമായി ഇമോഷനെ കുറിച്ച് എന്ത് വേണം, ധാരണ വേണം. ഓക്കെ, അപ്പോ നോട്ടിൽ എഴുതി വെക്കണോ? അതെല്ലാം നോട്ടിൽ എഴുതി പ്രിപ്പയർ ചെയ്തിരിക്കണം കേട്ടോ. നമ്മുടെ അസൈൻമെന്റ് ബുക്ക് ഉണ്ടല്ലോ, അല്ലെങ്കിൽ എന്റെ നോട്ട്ബുക്കിൽ എഴുതി വെച്ചേ. മിസ് മാം, പിന്നെ റെക്കോർഡ് എഴുതി കഴിഞ്ഞാല് ഈ സോങ് കഴിഞ്ഞാൽ അടുത്തത് ഏതാ എഴുതേണ്ട വരിക? അത് ഇതിൽ എഴുതി കഴിഞ്ഞ കുട്ടികൾ കുറെ ആൾക്കാരുണ്ട്. അപ്പൊ വെറുതെ ഇരിക്കുന്നില്ല, ഇപ്പൊ ഒരുപാട് വർക്ക് വരുന്നുണ്ടല്ലോ. അപ്പൊ അടുത്തത് എഴുതേണ്ടെന്ന് മാം പറഞ്ഞു കഴിഞ്ഞാല് ഒന്ന് നല്ലതേനു. സ്റ്റോറിയാടാ, സ്റ്റോറിയാണ്. ഡീറ്റെയിൽസ് ഒക്കെ നമ്മള് ഈ വീക്ക് ലാസ്റ്റ് പറഞ്ഞുതരും. അല്ല, നെക്സ്റ്റ് വീക്ക് ലാസ്റ്റ് പറഞ്ഞുതരും. സ്റ്റോറിയാണ് കുട്ടികളെ എഴുതി കഴിഞ്ഞ ആൾക്കാരുണ്ട്. ഓക്കെ, സർവേയുടെ ടോപ്പിക് ഞാൻ ഇടാൻ പറയാട്ടാ, ക്ലാസ് റൂമിൽ ഇടാനായിട്ട് പറയാം. സർവേയുടെ ടോപ്പിക് തന്നെ പറ്റുമെങ്കിൽ ഇടാൻ പറയോ? ഓക്കെ, ഞാൻ പറഞ്ഞേക്കാം. അത് സർവേയുടെ എന്താണ് എടുത്തിട്ട് വേണം. ഓക്കെ, നിങ്ങൾക്കതിലെ റെക്കോർഡ് ഒരെണ്ണം കംപ്ലീറ്റ് ചെയ്ത് കഴിയുമ്പോൾ കുറച്ച് പേജസ് അധികം ബാക്കിയുണ്ട്. അപ്പൊ അതില് ബാക്കി എഴുതാമോ? അപ്പൊ സ്റ്റോറി തുടങ്ങുകയാണെങ്കിൽ സെപ്പറേറ്റ് റെക്കോർഡ് വേണം. സെപ്പറേറ്റ് റെക്കോർഡ് വേണം. ഞാൻ ഇവിടെ ഇൻസ്റ്റിറ്റ്യൂട്ട് ചോദിച്ചപ്പോൾ പറഞ്ഞു 5 റെക്കോർഡ് സെപ്പറേറ്റ് വേണം. ബാക്കി വരുന്ന പേജില് വേറെ നമുക്ക് സോങ്ങുകളൊക്കെ കുട്ടികൾക്ക് പഠിപ്പിച്ചു കൊടുക്കാൻ എഴുതാൻ പറ്റുമോ എന്ന് ചോദിക്കാൻ പറഞ്ഞു. സെൽഫ് ഞാൻ ഈ പറഞ്ഞ റെക്കോർഡ് ഇവിടെ വെച്ചിട്ട് എഴുതിയെന്ന് വിചാരിക്കരുത്. നിങ്ങൾക്ക് ഇഷ്ടമുള്ള സോങ്സുകൾ അതിൽ ആഡ് ഓൺ ആക്കിക്കോട്ടോ. ഇപ്പൊ റെക്കോർഡ് ബുക്ക് എന്ന് പറഞ്ഞിട്ട് ഫുൾ കംപ്ലീറ്റ് ആക്കണം, നിങ്ങളുടെ ഉത്തരവാദിത്തമാണ്. ഇത്രയും നമ്മൾ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ നിന്ന് ഇമ്പോർട്ടന്റ് പറഞ്ഞ ടോപ്പിക്കുകൾ തന്നിട്ടുണ്ട്. അത് നിങ്ങൾ റെക്കോർഡ് കംപ്ലീറ്റ് ചെയ്യണം. അത് അക്കാഡമിക് പർപ്പസിന് വേണ്ടിയിട്ടാണ്. ബാക്കി റെക്കോർഡ് ബുക്ക് പേജുകൾ ഒരുപാടുണ്ടെങ്കിൽ എന്നിനി പറയരുത്. കാരണം ബാക്കിയുള്ള നിങ്ങൾക്ക് അറിയാവുന്ന എല്ലാ സോങ്സും എന്ത് ചെയ്യാം, റെക്കോർഡുകളിൽ ആഡ് ചെയ്യാം ഇംഗ്ലീഷിൽ. ഓക്കെ, താങ്ക് യു. താങ്ക് യു മാം.